നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ആഗോള വിപണികളിൽ നിന്നുള്ള സമ്മിശ്ര സൂചനകൾക്കിടയിലും ആഭ്യന്തര വിപണി റെക്കോർഡ് നേട്ടം രേഖപ്പെടുത്തിയ വാരത്തിൽ ഒരു റോളർ കോസ്റ്റർ റൈഡിനാണ് വിപണി സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെ പറയാം. പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുന്നോടിയായുള്ള അനിശ്ചിതത്വങ്ങളും നിക്ഷേപകർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഓൾ ടൈം ഹൈ ലെവലായ 22,794 മറികടന്നെങ്കിലും പ്രതിവാരത്തിൽ 0.25% മാത്രം നേട്ടമാണ് നിഫ്റ്റി നൽകിയത്. റെക്കോർഡ് നിലവാരമായ 49,975 ലെവൽ ക്രോസ് ചെയ്ത ബാങ്ക് നിഫ്റ്റി മികച്ച മുന്നേറ്റം നടത്തിയപ്പോൾ പ്രതിവാര നേട്ടം 1.5% കടന്നു. 2% നേട്ടം നൽകിക്കൊണ്ട് BSE മിഡ് ക്യാപ് സൂചിക മുന്നിട്ട് നിന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 2% കൂടുതൽ സംഭാവന നൽകിക്കൊണ്ട് സെക്ടറൽ സൂചികകളിൽ തിളങ്ങിയ PSU ബാങ്കും 1.5% നേട്ടം നൽകി എനർജി സൂചികയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 1.09% ഉയർന്ന പ്രൈവറ്റ് ബാങ്കും 0.58% നേട്ടം നൽകിയ മെറ്റൽ സൂചികയും പ്രതിവാര പ്രകടനത്തിൽ മിന്നി. എന്നാൽ 3% കൂടുതൽ ഇടിഞ്ഞ് മീഡിയ സൂചികയാണ് വീക്ക്ലി പെർഫോമൻസിൽ ഏറ്റവും അധികം തകർച്ച നേരിട്ടത്. പാദഫലങ്ങൾക്ക് തൊട്ടു പിന്നാലെ IT വമ്പന്മാരുടെ വീഴ്ചയിൽ സൂചിക പ്രതിവാരത്തിൽ 2.25%ലേക്കും വീണു. ആഗോളതലത്തിലേക്ക് വരുമ്പോൾ നിർണായകമായ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗും ഇനിയൊരു നിരക്ക് വർധന ഉണ്ടാകില്ല എന്ന ജെറോം പവലിന്റെ പ്രസ്താവനയും ഒക്കെ നയിച്ച അമേരിക്കൻ വിപണിയെയായിരുന്നു പോയ വാരം നമ്മൾ കണ്ടത്. പലിശ നിരക്കിൽ സ്റ്റാറ്റസ് കോ നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും നിരക്ക് വർധന ഉണ്ടാകില്ല എന്ന പവലിന്റെ പ്രസ്താവന ഫെഡ് ഡോവിഷ് സ്റ്റാൻസിലേക്ക് മാറാൻ തയ്യാറാകുന്നു എന്നതിന്റെ സൂചനയായാണ് പൊതുവെ ആഗോള നിക്ഷേപകർ വിലയിരുത്തുന്നത്. പ്രതിവാര പ്രകടനത്തിലേക്ക് നോക്കുമ്പോൾ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് കോമ്പസൈറ്റ് സൂചികകൾ യഥാക്രമം 1.14%, 0.55%, 1.43% നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ മെയ് 8 വരുന്ന പ്രതിവാര ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ഡേറ്റയാണ് ഏറ്റവും പ്രധാനം. ഉയരുന്ന ക്രൂഡ് വില പണപ്പെരുപ്പ ഭീഷണി നിലനിർത്തുന്നതുകൊണ്ട് ഈ ഡാറ്റ വിപണിയെ സംബന്ധിച്ച് നിർണായകമാണ്. കഴിഞ്ഞയാഴ്ച ഈ ഡാറ്റയിൽ വർധനവായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇൻവെന്ററി ഉയരുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ താൽക്കാലികമായെങ്കിലും പ്രതികൂല സാമ്പത്തിക സാഹചര്യങ്ങൾ എന്ന് വേണം അനുമാനിക്കാൻ. മറിച്ചാണെങ്കിൽ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് എന്നും അർത്ഥം. മെയ് 9 വരുന്ന പ്രതിവാര ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയാണ് വിപണിയെ സ്വാധീനിക്കാൻ ശക്തിയുള്ള മറ്റൊരു പ്രധാന ഡാറ്റ. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകളിൽ അപ്രതീക്ഷിതമായ കുറവാണ് രേഖപ്പെടുത്തിയത്. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഫെഡ് നടപടികൾ ഫലം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് വിപണിയെ വീണ്ടും ഉത്തേജിപ്പിക്കും. ഒപ്പം വിവിധ ഇടങ്ങളിലായി ഫെഡ് അംഗങ്ങളായ ജോൺ സി വില്യം, മിഷേൽ W ബോമൻ, നീൽ കഷ്കാരി എന്നിവരുടെ പ്രസ്താവനകളും വിപണിയുടെ ഫോക്കസിൽ ഉൾപ്പെടും. പൊതുവെ അനുകൂലമായ ഡാറ്റകളായിരുന്നു പോയ വാരത്തിൽ യൂറോപ്യൻ വിപണികളിൽ കണ്ടത്. എന്നാൽ ഈ ഡാറ്റകളോട് സമ്മിശ്രമായാണ് യൂറോപ്യൻ വിപണികൾ പ്രതികരിച്ചത്. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ FTSE 100 0.9% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഡാക്സ് 0.92% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. CAC 40 1.6% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ യൂറോ സ്റ്റോക്സ് 50 1.72% ഇടിവ് രേഖപ്പെടുത്തി. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ മെയ് 9 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പണനയ പ്രഖ്യാപനം ഉണ്ടാകും. നിലവിലെ പലിശ നിരക്കായ 5.25% തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫെഡിന്റെ മുൻപ് യൂറോ സോണിലെ സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് സ്റ്റാൻസിൽ വ്യക്തമായ വ്യതിയാനം ഉണ്ടാകുമോ എന്നതായിരിക്കും നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക. മെയ് 6 വരുന്ന ജർമ്മനി, ഫ്രാൻസ്, യൂറോസോൺ എന്നിവിടങ്ങളിലെ സർവീസ് PMIയും വരുന്നുണ്ട്. നിലവിൽ നിർമ്മാണ മേഖലയുടെ PMI 50-ൽ താഴെ ആയതുകൊണ്ട് തന്നെ യൂറോപ്പിനെ ഇക്കണോമിക്കലി ആക്റ്റീവായി നിലനിർത്തണമെങ്കിൽ സർവീസ് രംഗത്തെ വളർച്ച ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ഒപ്പം അന്ന് തന്നെ യൂറോസോണിന്റെ S&P ഗ്ലോബൽ കോമ്പസൈറ്റ് PMI നിക്ഷേപക റഡാറിൽ ഉൾപ്പെടും. മെയ് 10 വരുന്ന ബ്രിട്ടന്റെ മാർച്ച് പാദത്തിലെ GDP ഡാറ്റയാണ് വിപണിയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഡാറ്റ. മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഫലം കണ്ടോ എന്ന് ഈ ഡാറ്റയിൽ നിന്നും വ്യക്തമാകും. ബ്രിട്ടന്റെ മാർച്ചിലെ വ്യാവസായിക ഉൽപാദന ഡാറ്റ കൂടി വരുന്നതോടെ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കും. യൂറോപ്പിൽ നിന്നും വ്യത്യസ്തമായി ബുള്ളിഷ് ട്രെൻഡ് പിന്തുടരുന്ന ഏഷ്യൻ സൂചികകളെയായിരുന്നു പോയ വാരത്തിൽ കണ്ടത്. ഹോങ്കോങ് സൂചിക 4%-ലധികം പ്രതിവാര നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ജാപ്പനീസ് സൂചിക 0.7%-ലധികം നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഈ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ മെയ് 5 വരുന്ന ചൈനയുടെ സെയ്ജിൻ സർവീസ് PMI ഡാറ്റയാണ് പ്രധാനം.
ഏഷ്യയിലെ സർവീസ് മേഖലയിലെ മുൻനിരക്കാരായ ചൈനയുടെ സർവീസ് PMI വിപണിയിൽ സ്വാധീനം ചെലുത്തും. മെയ് 6-ന് ജപ്പാന്റെ സർവീസ് PMI കൂടി വരുന്നതോടെ സർവീസ് സെക്ടറിന്റെ ഗതി വ്യക്തമാകും. മെയ് 10-ന് വരുന്ന ചൈനയുടെ CPI കണക്കുകളാണ് ഏഷ്യൻ വിപണികൾ ഉറ്റുനോക്കുന്ന പ്രധാന ഡേറ്റ. നാണ്യച്ചുരുക്കം അഥവാ വില ഇടിവാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചൈന നേരിടുന്ന പ്രധാന സാമ്പത്തിക പ്രതിസന്ധി. ഇതിനെ പ്രതിരോധിക്കാൻ നിരവധി ഉത്തേജന നടപടികളും സർക്കാർ സ്വീകരിച്ചിരുന്നു. ഈ നടപടി വിജയിച്ചോ എന്ന് ഈ ഡാറ്റയിൽ നിന്നും മനസ്സിലാക്കാം. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വന്നാൽ പോയ വാരം ബ്രെന്റ് ക്രൂഡ് ഓയിലിൽ 6% ഇടിവാണ് ഉണ്ടായത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ വിതരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കുറഞ്ഞത് എണ്ണവിലയ്ക്ക് തിരിച്ചടിയായി. ഇതോടെ ബ്രെന്റ് ക്രൂഡ് തുടർച്ചയായ 5 സെഷനിലും ഇടിവ് നേരിട്ട് ബാരലിന് $82.5 വ്യാപാരം അവസാനിപ്പിച്ചു. WTI ക്രൂഡ് ആകട്ടെ പ്രതിവാരാടിസ്ഥാനത്തിൽ 6.7% നഷ്ടത്തിൽ ബാരലിന് $77.64 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരുന്ന വാരത്തിൽ WTI ക്രൂഡിനെ സംബന്ധിച്ച് $80 തന്നെയാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുക. ഈ ലെവൽ മറികടക്കാനായാൽ $81.38, $81.72, $82.91 എന്നിവ പ്രധാന റെസിസ്റ്റൻസുകളായി പരിഗണിക്കാം. $78.02 എന്ന ലെവലായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. തുടർന്ന് $77.66, $76.85, $75.31 എന്നീ ലെവലുകളും സപ്പോർട്ടായി കണക്കാക്കാം. നിലവിൽ ബ്രെന്റ് ക്രൂഡ് ഒരു മേജർ സപ്പോർട്ട് സോണിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. $83, $82.4 എന്നീ സപ്പോർട്ടും പരിഗണിക്കാം. ബൈയിങ് കടന്നു വന്നാൽ $85, $86.5 എന്നീ റേഞ്ചിൽ റെസിസ്റ്റൻസ് കടന്നുവരാം. US യീൽഡിൽ ഇടിവുണ്ടായിട്ട് പോലും കഴിഞ്ഞയാഴ്ച സ്വർണത്തിന് നേട്ടമുണ്ടാക്കാനായില്ല. തുടർച്ചയായ പ്രോഫിറ്റ് ബുക്കിംഗ് മൂലം രണ്ടാം ആഴ്ചയിലും ഇടിവിലേക്ക് പോയ സ്വർണം ആഗോള വിപണിയിൽ പ്രതിവാരാടിസ്ഥാനത്തിൽ 1.5% നഷ്ടം നേരിട്ട് ട്രോയ് ഔൺസിന് $2301.93 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ ഫെബ്രുവരി 15-ന് ക്രിയേറ്റ് ചെയ്ത ലോയിൽ നിന്ന് ഏപ്രിൽ 12-ന് ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈയിലേക്ക് ഒരു ഫിബനാച്ചി റിട്രേസ്മെന്റ് വരച്ചാൽ കിട്ടുന്ന $2226.5 ആദ്യ സപ്പോർട്ട് എടുക്കാൻ സ്വർണത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് 38.2% റീട്രേസ്മെന്റ് ആയ 2261 റേഞ്ച് നിക്ഷേപകർ സസൂക്ഷ്മം നിരീക്ഷിക്കും. 20-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജിന് മുകളിൽ തുടരുന്നത് ബുള്ളിഷ് ആണെങ്കിൽ പോലും നിക്ഷേപകർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ലെവലുകൾ 2291.2, $2276.5 എന്നിവയാണ്. ബൈയിങ് കടന്നു വരികയാണെങ്കിൽ 2310.5, 2326.5, 2341.05 എന്നീ ലെവലുകൾ റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. പോയ വാരത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം നേരിയ തോതിലാണ് ഇടിഞ്ഞത്. പ്രതിവാരാടിസ്ഥാനത്തിൽ 0.07% നഷ്ടം മാത്രമാണ് ഉണ്ടായത്. വരുന്ന ആഴ്ചയിൽ പിവറ്റ് പോയിന്റ് കാൽക്കുലേറ്റർ പ്രകാരം 82.28, 83.31 ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. 83.4, 83.43 എന്നീ ലെവലുകളാണ് പ്രധാന സപ്പോർട്ട്. നിക്കേ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMIയും പ്രതിമാസ ഓട്ടോ സെയിൽസ് ഡാറ്റയും തന്നെയായിരുന്നു ഇന്ത്യൻ മാക്രോ തലത്തിൽ നിർണായക ഡാറ്റകൾ. മാർച്ചിൽ റെക്കോർഡ് നിലവാരമായ 16 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 59.1 നിന്ന് ഏപ്രിലിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് 58.8 കുറവാണ് രേഖപ്പെടുത്തിയത്. മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, TVS മോട്ടോർ എന്നിവയുൾപ്പെടെയുള്ള വാഹന നിർമ്മാതാക്കൾ ഒരു വർഷത്തിനിടെ ഏപ്രിലിൽ കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും ഉയർന്ന വിൽപ്പനയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം മാരുതിയുടെ മൊത്തം വിൽപ്പനയിൽ ഇയർ ഓൺ ഇയറിൽ 4.7% മുന്നേറ്റം നടത്തിയപ്പോൾ ആഭ്യന്തര വിൽപ്പനയിൽ വാർഷികാടിസ്ഥാനത്തിൽ ടാറ്റ മോട്ടോഴ്സ് 12% വർധനവാണ് പ്രകടമാക്കിയത്. എന്നാൽ ഏപ്രിലിൽ മിനി കാറുകളുടെയും കോമ്പാക്ട് കാർ വിൽപ്പനയിലും ഗണ്യമായ ഇടിവാണ് മാരുതി സുസുക്കി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറുവശത്ത് സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഉയർച്ചയും കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോറക്സ് കരുതൽ ശേഖരത്തിൽ തുടർച്ചയായ 3-ാം വാരത്തിലും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 26 വരെ കരുതൽ ശേഖരം $2.41 ബില്യൺ കുറഞ്ഞ് $637.92 ബില്യൺ കൂടാതെ വിദേശ കറൻസി ആസ്തി $1.16 ബില്യൺ കുറഞ്ഞ് $559.7 ബില്യൺ വിദേശ നിക്ഷേപത്തിലേക്ക് വന്നാൽ FIIs അറ്റ വിൽപ്പനക്കാരായി അവസാനിച്ച വാരത്തിൽ 2115.43 കോടിയുടെ വിൽപ്പനയാണ് ഉണ്ടായിരിക്കുന്നത്.
അതേസമയം DIAകൾ 4164.12 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. 2024 ഇതുവരെ DIAകൾ വിപണിയെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് കാണാം. 1,54,663.77 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയപ്പോൾ FIIകൾ 87,674.76 കോടി രൂപയുടെ ഇക്വിറ്റികളും വിറ്റഴിച്ചു. അടുത്ത വാർത്തയിലേക്ക് വന്നാൽ നിക്കൈ സർവീസസ് PMI കണക്കുകളാണ് പ്രധാനം. രാജ്യത്തിന്റെ സ്വകാര്യ മേഖലയിലുടനീളമുള്ള സാമ്പത്തിക വളർച്ച ഏപ്രിലിൽ ശക്തമായി തുടർന്നപ്പോൾ 2010 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് ഉയർന്നത്. 61.2 നിന്നും 61.7 അതുകൊണ്ട് തന്നെ മേഖലയിലെ തുടർന്നുമുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് വരുന്ന വാരത്തിലും വിപണി പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 23 റിപ്പോർട്ട് ചെയ്ത 61.7 നിന്നുള്ള ഉയർച്ചയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ മേഖലയുടെ സ്ഥിരതയിലേക്കാണ് വഴിതെളിക്കുന്നത്. പ്രതിമാസ ക്യുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട്, ഇയർ ഓൺ ഇയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നീ കണക്കുകളും വരുന്ന വാരം പുറത്തുവരും. ഇനി കോർപ്പറേറ്റ് തലത്തിൽ പ്രധാന ഏർണിംഗ് നമ്പേഴ്സ് തന്നെയാണ് വിപണിയിൽ സുപ്രധാനമാകുന്നത്. ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ലാർസൻ ആൻഡ് ട്യൂബ്രോ എന്നീ നിഫ്റ്റി 50 കമ്പനികളിലെ പാദഫലങ്ങൾ വരാനിരിക്കുന്നതിനാൽ തന്നെ വരുന്ന വാരം വിപണിക്ക് നിർണായകമാണ്. മെയ് 7 ഡോക്ടർ റെഡ്ഡീസ് ലാബ് പാദഫലം പുറത്തുവിടും. വൻകിട ഉൽപ്പന്ന ലോഞ്ചുകളുടെ നേതൃത്വത്തിലുള്ള US വിപണികളിലെ ശക്തമായ വളർച്ച വിവിധ ഫാർമ കമ്പനികളുടെ വരുമാന വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലൂപ്പിൻ, പിരമിൽ ഫാർമ തുടങ്ങിയ ഫാർമ കമ്പനികളുടെ പാദഫലങ്ങളിൽ നിന്നും മേഖലയുടെ ട്രെൻഡും നിക്ഷേപകർ വിലയിരുത്തും. അമേരിക്കയിലെ സ്ഥിരമായ വിൽപ്പന, ഇൻപുട്ട് ചെലവ് ലഘൂകരിക്കൽ, ആഭ്യന്തര വിപണിയിലെ റിക്കവറി എന്നിവ തുണച്ച തേർഡ് ക്വാർട്ടറിന്റെ സ്ഥിരത ഈ പാദത്തിലും തുടരുമോ എന്നും വിപണി വീക്ഷിക്കും. മിഡിൽ ഈസ്റ്റിൽ നിന്നുൾപ്പെടെയുള്ള അൾട്രാ മെഗാ ഓർഡറുകളുടെ കരുത്തിൽ മുന്നേറുന്ന ലാർസൻ ആൻഡ് ട്യൂബ്രോ മെയ് 8 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതോടെ അറ്റാദായത്തിൽ ഉൾപ്പെടെ വർധനയാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന നിക്ഷേപങ്ങളും പ്രതീക്ഷ നൽകുന്നതാണ്. മേഖലയിലുടനീളം നടത്തുന്ന അനുകൂല സർക്കാർ നിക്ഷേപങ്ങളും കമ്പനിയുടെ പാദഫലങ്ങളിൽ പ്രതിഫലിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപണി പ്രതീക്ഷകളെ മറികടന്നുകൊണ്ടുള്ള ഫലങ്ങൾ കഴിഞ്ഞ പാദത്തിൽ നൽകിയ ഏഷ്യൻ പെയിന്റ്സിന്റെ കാര്യത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് നിലനിൽക്കുന്നത്. ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ പെയിന്റ് ബിസിനസ്സിലേക്കുള്ള പ്രവേശനത്തിന് ശേഷം സ്റ്റോക്കിന് പല ബ്രോക്കറേജുകളും നൽകിയ ഡൗൺഗ്രേഡ് റേറ്റിംഗും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9 വരുന്ന റിസൾട്ട് വിപണി സസൂക്ഷ്മം വിലയിരുത്തും. മാർക്കറ്റ് ലീഡർ എന്ന നിലയിൽ മുൻപന്തിയിലാണെങ്കിലും മേഖലയിലേക്കുള്ള ഗ്രാസിമിന്റെ കടന്നുവരവ് കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഓട്ടോമൊബൈൽ മേഖല ശക്തമായ പാദത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ 10-ാം തീയതി വരുന്ന ടാറ്റ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ് കമ്പനികളുടെ ഫലങ്ങളും അടുത്ത വാരത്തിൽ വിപണി ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കും. പാസഞ്ചർ വെഹിക്കിൾ, 2 വീലർ, 3 വീലർ കമ്പനികളുടെ എബിഡയിൽ 15 മുതൽ 30% വളർച്ച റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ആഭ്യന്തര വിപണിയിലെ സ്ഥിരമായ ഡിമാൻഡിന്റെയും ആഗോള വിപണികളിലെ റിക്കവറിയുടെയും പശ്ചാത്തലത്തിൽ 4-ാം പാദം ഓട്ടോ മേഖലയ്ക്ക് അനുകൂലമാണ്. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ കത്തിക്കയറിയ സ്വർണ്ണവിലയിലും ഉയർന്ന ഡിമാൻഡ് കല്യാൺ ജ്വല്ലേഴ്സ് അടക്കമുള്ള കമ്പനികളുടെ കുതിപ്പിന് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും വിപണികളിൽ ഉടനീളം വരുമാനത്തിലും ശക്തമായ നമ്പേഴ്സ് രേഖപ്പെടുത്താനാണ് സാധ്യത. കഴിഞ്ഞ പാദത്തിൽ പുതിയതായി തുറന്ന 10 സ്റ്റോറുകളും മികച്ച ബിസിനസ് അപ്ഡേറ്റും വിരൽ ചൂണ്ടുന്നത് മെച്ചപ്പെട്ട റവന്യൂ ഗ്രോത്തിലേക്ക് തന്നെയാണ്. ഇതിനു പുറമെ ടാറ്റ പവർ കമ്പനി, മുത്തൂറ്റ് മൈക്രോഫിൻ, ചോളമണ്ഡലം, ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, FMCG സെഗ്മെന്റിൽ നിന്നും മാരിക്കോ, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് റിസൾട്ടുകൾ പുറത്തുവിടുന്ന മറ്റ് പ്രധാന കമ്പനികൾ. ഇനി IPO മാർക്കറ്റിലേക്ക് വന്നാൽ മെയിൻ ബോർഡിൽ കാർലൈലിന്റെ പിന്തുണയുള്ള ഹെൽത്ത് ടെക് കമ്പനിയായ ഇൻഡിജീൻ IPO മെയ് 6 തുടക്കമാകുന്നത്. 1841.76 കോടി രൂപയുടെ ബുക്ക് ബിൽഡ് ഇഷ്യൂ ആണ്. മെയ് 8 അവസാനിക്കുന്ന IPO ലിസ്റ്റിംഗ് 13 നടക്കുക. ബ്ലാക്ക്സ്റ്റോൺ ഗ്രൂപ്പിന്റെ അഫിലിയേറ്റ് ഉടമസ്ഥതയിലുള്ള ആധാർ ഹൗസിംഗ് ഫൈനാൻസ്, TBO ടെക് ലിമിറ്റഡ് എന്നീ കമ്പനികളും വരുന്ന വാരത്തിൽ IPOയുമായി എത്തും. 3000 കോടി രൂപയുടെ IPOയുമായാണ് ആധാർ ഹൗസിംഗ് ഫൈനാൻസ് എത്തുന്നത്. 875 രൂപ മുതൽ 920 രൂപ വരെയാണ് TBO ടെക് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. IPOയിലൂടെ 1550.81 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. ഇരു കമ്പനികളുടെയും ബിഡിംഗ് അവസാനിക്കുന്നത് മെയ് 10 ഒപ്പം ലിസ്റ്റിംഗ് മെയ് 15 ആയിരിക്കും. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ
വെള്ളിയാഴ്ച ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തെങ്കിലും 22,300 എന്ന മേജർ സപ്പോർട്ട് നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ക്ലോസിംഗ് അടിസ്ഥാനത്തിൽ ഈ ലെവൽ നിലനിർത്തുന്നിടത്തോളം ചെറിയൊരു കൺസോളിഡേഷന് ശേഷം 22,700, 22,800 എന്ന റേഞ്ചിലേക്കുള്ള അപ്വേർഡ് മൂവ്മെന്റ് തള്ളിക്കളയാനാവില്ല. എന്നാൽ 22,300 താഴേക്കുള്ള നീക്കം നിഫ്റ്റിയെ 22,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ കൊണ്ടെത്തിച്ചേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം തുടർച്ചയായ 7 ദിവസം ഉയർന്ന ഇന്ത്യ വിക്സ് ബുൾസിനെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുമുണ്ട്. ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഭാഗികമായി ഒരു ഡബിൾ ടോപ്പ് പാറ്റേണും ക്ലിയറായ ബെയറിഷ് എൻഗൾഫിംഗ് കാൻഡിലും ഫോം ചെയ്തത് സൂചികയുടെ ഹ്രസ്വകാല ബെയറിഷ്നെസിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നാണ് LKP സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ കുനാൽ ഷാ അഭിപ്രായപ്പെടുന്നത്. സൂചികയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 22,600, 22,700 ഡൗൺ സൈഡിൽ 22,300 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നും അദ്ദേഹം പറഞ്ഞു. വരും ആഴ്ചകളിൽ ഇനിയും സെൽ ഓഫ് വന്നാൽ മാത്രമേ നേരത്തെ പറഞ്ഞ ഡബിൾ ടോപ്പ് പാറ്റേൺ കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ വിശ്വസിക്കുന്നത് 22,200, 22,250 എന്ന മേഖല സൂചികയ്ക്ക് നിർണായകമായ സപ്പോർട്ട് ആകുമെന്നാണ്. ഇതിന് താഴേക്കുള്ള ഏത് സുസ്ഥിര നീക്കവും ഹ്രസ്വകാലത്തേക്ക് 22,000, 21,900 എന്ന റേഞ്ചിൽ നയിച്ചേക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. അപ്സൈഡിൽ 22,700, 22,750 എന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആകുമെന്നും ഈ ലെവലിന് മുകളിലുള്ള ഏത് നീക്കവും നിഫ്റ്റിയെ 22,900, 23,000 ഉയർത്തിയേക്കാമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 49,975 എന്ന സർവകാല ഉയരം തൊട്ട ശേഷം 49,000 അപ്വേർഡ് ട്രെൻഡ് ലൈനും താഴേക്ക് പോയി. എങ്കിലും സൂചികയ്ക്ക് 48,683 എന്ന ലെവലിൽ 10-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെ സപ്പോർട്ട് എടുക്കാൻ കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ 21-ഡേ EMA 48,300 എന്ന സപ്പോർട്ടും ബാങ്ക് നിഫ്റ്റിക്ക് പിന്തുണ നൽകിയേക്കും. അടുത്ത കുറച്ച് ട്രേഡിംഗ് സെഷനുകളിൽ ബാങ്ക് നിഫ്റ്റിയും ദുർബലമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഷെയർഖാൻ ടെക്നിക്കൽ അനലിസ്റ്റ് ജതിൻ ഗേഡിയ പറയുന്നത്. അതിനാൽ സൂചികയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 49,200, 49,300 എന്ന റേഞ്ചിൽ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉചിതമെന്നും ഈ അവസരത്തിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 48,400, 48,300 കണക്കാക്കാമെന്നും അദ്ദേഹം കരുതുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ 50,000 നഷ്ടപ്പെട്ട ബാങ്ക് നിഫ്റ്റിയുടെ കരുത്ത് ചോർന്നു പോയോ എന്നതായിരിക്കും വരുന്ന ആഴ്ചയിൽ നിക്ഷേപകർ ഉറ്റുനോക്കുക. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും വിശകലനങ്ങളുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മൈഫിൻ മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.